സിദ്ദിഖിനെ കോവിയതിൽ, ആ പരിപാടിയിൽ സിദ്ദിഖ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോവിയത് ഒരിക്കൽ പോലും പാടില്ലാത്തൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട കൽപ്പറ്റ MLA ശ്രീ ടി സിദ്ദിഖ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ രാജൻ മിനിസ്റ്റർ, ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്നത് ഒരിക്കൽ പോലും രാഷ്ട്രീയത്തിന്റെ ഒരു ചെറിയ കണിക പോലും തൊട്ടു തീണ്ടാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. കോൺഗ്രസ് ചെയ്താലും മുസ്ലിം ലീഗ് ചെയ്താലും സർക്കാർ ചെയ്താലും ഒക്കെ ഈ നഷ്ടമൊന്നും അവരുടെ നഷ്ടമല്ല എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞ ആ വ്യക്തിയെ പോലെയാണ് അവിടെ മുണ്ടക്കൈ ചൂരൽമല ആ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട ആളുകൾ പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയ ആളുകളാണ്. അവിടെ രാഷ്ട്രീയം ചിന്തിക്കാനോ രാഷ്ട്രീയം പറയാനോ രാഷ്ട്രീയം കളിക്കാനോ ആരും തയ്യാറാവരുത്. സത്യത്തിൽ സങ്കടമാണ്. ആ ദുരന്തമുണ്ടായതിനേക്കാൾ വലിയ ദുരന്തമായിട്ടാണ് അവസാനം ഈ വീട് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന കോവിളികളൊക്കെ ഉണ്ടാവുന്നത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം വയനാട് ടൗൺഷിപ്പിന്റെ ഉദ്ഘാടന വേളയിൽ കൽപ്പറ്റ MLA ടി സിദ്ദിഖിന് നേരെയുണ്ടായിരുന്ന കൂവൽ ഇടത് പ്രൊഫൈലുകൾ വലിയ ആഘോഷമാക്കുകയാണ്. എന്നാൽ സത്യത്തിൽ ഇത് ജനാധിപത്യത്തിന് തന്നെ അപമാനകരമായ ഒരു കാര്യമല്ലേ? ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ A. സജീവനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. നമ്മൾ ആദ്യം കാണേണ്ട ഒരു കാര്യം, മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിഷയമേ അല്ല. അതൊരു പ്രകൃതി ദുരന്തമാണ്. ആ പ്രകൃതി ദുരന്തത്തിൽ നഷ്ടം അനുഭവിച്ച ആളുകൾ ഏതൊക്കെ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളാണെന്നുള്ള പോലും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അവർ രാഷ്ട്രീയ വിശ്വാസം അനുസരിച്ചിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷെ അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല അവിടെ ആ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് കാര്യം ചെയ്യുമ്പോഴും രാഷ്ട്രീയം നോക്കിയല്ല ചെയ്യേണ്ടത്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, സിദ്ദിഖിനെ കോവിയതിൽ, ആ പരിപാടിയിൽ സിദ്ദിഖ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോവിയത് ഒരിക്കൽ പോലും പാടില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നത് ഒരിക്കൽ നീതീകരിക്കാൻ പറ്റില്ല. കോവിയ ആളുകൾക്ക് ഒരു ന്യായീകരണം ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം സിദ്ദിഖ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാര് സർക്കാരിന്റെ ഈ പരിപാടിയിൽ അതിനെ പിന്തുണച്ചിട്ടില്ല, അതിനോട് സഹകരിക്കാൻ തയ്യാറായിട്ടില്ല ഒക്കെ പറയാം. കോൺഗ്രസിന്റെ ആയിട്ട് ചില പദ്ധതികൾ കൊണ്ടുപോകുന്നുണ്ട്, മുസ്ലിം ലീഗ് കൊണ്ടുപോകുന്നുണ്ട്, അങ്ങനെ അതൊക്കെ വേറെ കാര്യങ്ങളാണ്. പക്ഷേ സിദ്ദിഖ് എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അങ്ങനെയുള്ള സംസാരിക്കുമ്പോൾ കൂവാൻ പല വേദികളും ഉണ്ടാവും നമുക്ക്. അവിടെ രാഷ്ട്രീയ വേദികളാണ്. മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്നത് ഒരിക്കൽ പോലും രാഷ്ട്രീയത്തിന്റെ ഒരു ചെറിയ കണിക പോലും തൊട്ടു തീണ്ടാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. കാരണം ആരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രിയിൽ പെട്ടെന്നുണ്ടാവുന്ന ദുരന്തം, ആ ദുരന്തത്തിൽ ആരൊക്കെ എന്തൊക്കെ അവർക്ക് നഷ്ടമുണ്ടായതിനെ കുറിച്ച് ഒരു ടൗൺഷിപ്പോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ചെയ്താലും മുസ്ലിം ലീഗ് ചെയ്താലും സർക്കാർ ചെയ്താലും ഒക്കെ ഈ നഷ്ടമൊന്നും അവരുടെ നഷ്ടമല്ല എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് സർക്കാരിന് ഒരിക്കൽ പോലും കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഏക്കർ കണക്കിന് ഏലത്തോട്ടം, അതുമായി അദ്ദേഹത്തിന്റെ വലിയൊരു വീട്, ആ പറമ്പിലുള്ള മറ്റു കാർഷിക ഉൽപ്പന്നങ്ങള്, ആ വീട്ടിനടുത്തുണ്ടായിരുന്ന 2 വാഹനങ്ങൾ, ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ സുഹൃത്ത് എന്നോട് പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇനി പൂജ്യത്തിൽ തുടങ്ങണം സാർ എന്ന് പറഞ്ഞു. സത്യത്തിൽ അതാണ് ഏറ്റവും, പൂജ്യത്തിൽ നിന്ന് തുടങ്ങുന്ന ആളുകളാണ്. അവർക്ക് കൊടുത്ത കാര്യങ്ങളൊന്നും അവർക്ക് സത്യത്തിൽ പരിഹാരമേ അല്ല. കൊടുക്കാവുന്ന എന്താ ഒരു ചെറിയ വീടുണ്ടായി കൊടുക്കും. ആ വീടൊന്നും അവർ സ്വപ്നത്തെ അവർ ജീവിച്ച അവസ്ഥയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഒന്നുമല്ല. ഞാനത് പറഞ്ഞ എൻ്റെ ഈ സുഹൃത്തിന്റെ കാര്യം വെച്ചുകൊണ്ടാണ് പറയുന്നത്. അതേ നേരത്തെ മാധ്യമരംഗത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞ ആ വ്യക്തിയെ പോലെയാണ് അവിടെ മുണ്ടക്കൈ ചൂരൽമല ആ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട ആളുകൾ പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയ ആളുകളാണ്. അവിടെ രാഷ്ട്രീയം ചിന്തിക്കാനോ
രാഷ്ട്രീയം പറയാനോ രാഷ്ട്രീയം കളിക്കാനോ ആരും തയ്യാറാവരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സത്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ്സുകാർ സർക്കാരിന്റെ പദ്ധതിയോട് സഹകരിച്ചിട്ടില്ല. അതിന് വേണമെങ്കിൽ പിന്നീട് വിമർശിക്കാം. കോൺഗ്രസിൻ്റെതായിട്ട് ചില പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്, ആയിക്കോട്ടെ, അങ്ങനെ അതാണെങ്കിലും കുഴപ്പമില്ല. ലീഗുകാർ 51 വീടുകൾ കൊടുത്തു, അത് അവരുടെ രീതിയാണ്. അത് സർക്കാരിനോട് സഹകരിച്ച് ഈ സത്യത്തിൽ സർക്കാരാണ് ഇതിൽ പ്രഥമമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ആളുകൾ. അവര് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തുള്ള ആളുകളുടെയും ഒക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ടേക്ക്, അതാണ് സത്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ട ഒരു കാര്യം. ഞാൻ സർക്കാർ ചെയ്ത കാര്യങ്ങളോ ഇത്രയും വീടുകൾ കൊടുത്ത ടൗൺഷിപ്പ് ഉണ്ടാക്കിയതിനെ കുറിച്ചൊന്നും എതിരായിട്ട് പറയുന്നില്ല, നല്ല കാര്യമാണ്. പക്ഷേ ഈ എല്ലാറ്റിനെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുണ്ട് കൊന്ന കോൺഗ്രസ്സുകാരോട്, നിങ്ങളുണ്ടെന്ന് മുസ്ലിം ലീഗുകാരോട്, നിങ്ങളുണ്ടെന്ന് BJPക്കാരോടൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ശ്രമമാണ് നടത്തിയിരുന്നെങ്കിൽ അതൊരു വലിയ സംഭവമായിരുന്നു. കാരണം മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്നത് അതിനു മുമ്പേ അവിടെ അറിയുന്ന ആളുകൾക്ക് അറിയാം, ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതെയാവാണ്. അവിടെ നിന്ന് പോയ ആളുകൾക്ക് നഷ്ടപ്പെട്ടത് ഭൂമി പോലും അല്ല, 10, 15, 20 ബന്ധുക്കളെ നഷ്ടപ്പെട്ട ആളുകൾ നമുക്കറിയാം. അങ്ങനെയുള്ള സ്ഥലത്തിന്റെ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഘട്ടത്തിൽ അതൊരു രാഷ്ട്രീയ കളിയായിട്ടോ രാഷ്ട്രീയ പോരാട്ടമായിട്ടോ രാഷ്ട്രീയ തന്ത്രമായിട്ടോ ഒക്കെ മാറുന്നുണ്ടെങ്കിൽ സത്യത്തിൽ സങ്കടകരമാണ് എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ LDFനെയോ UDFനെയോ ഒന്നും കുറ്റപ്പെടുത്തില്ല. പക്ഷെ ഒരു പടി ഞാൻ കടന്നു പറയും, സർക്കാരാണ് ഇതിനെ വളരെ കൃത്യമായിട്ട് ഇതൊരു രാഷ്ട്രീയമില്ല എന്ന് കാണിക്കേണ്ടത്. അവിടെ MLA കൽപ്പറ്റ MLA ആണ്. കൽപ്പറ്റ MLA കൂവുക എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധി, ജനങ്ങൾ വോട്ട് ചെയ്ത ആളുകളെ കൂവുന്നതിന് തുല്യമാണ്. അത് തെറ്റായ കാര്യമാണ്. കൂവിയാൽ പ്രശ്നം തീരുമോ? കൂവിയാൽ കോൺഗ്രസ്സുകാർ കൊടുത്തതിന്റെ കണക്കും മറ്റും പുറത്തേക്ക് വരുമോ? ഒന്നുമില്ലല്ലോ. അത് പിന്നീട് ചർച്ച ചെയ്യാം. ആ ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ആ ദുരന്തത്തിന്റെ ദിവസം അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ ആലോചിക്കാൻ നമുക്ക് ഇതിനൊക്കെ എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയം പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഇതിനെ പിന്നിൽ എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക ബന്ധം ഇല്ലാത്തത് കൊണ്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചട്ടുകമായിട്ട് മാറാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ്, സത്യത്തിൽ സങ്കടമാണ്. ആ ദുരന്തമുണ്ടായതിനേക്കാൾ വലിയ ദുരന്തമായിട്ടാണ് അവസാനം ഈ വീട് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന കൂവിളികളൊക്കെ ഉണ്ടാവുന്നത്. അത് തെറ്റായിരുന്നു, അങ്ങനെ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.